ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മന്നവനൂർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഗ്രാമത്തിലാണ്. ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും പ്രകൃതി ഭംഗിയും എല്ലാം ഒപ്പിയെടുക്കാനുള്ളൊരു വരമാണിത്. അപ്പോൾ ഇത് കൊടൈക്കനാലിൽ നിന്ന് ഒരു 40ഓളം കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിത് സ്റ്റേ ചെയ്ത സ്ഥലവും കിടിലനാകട്ടോ. ഒരു മഡ് ഹൗസിലാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ കൊടൈക്കനാൽ വരുന്നവർ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ പ്ലേസ് ആണ് കേട്ടോ ഇത്. അതുകൂടാതെ മന്നവനൂർ 1-2 കിഡിലൻ സ്പോട്ടുകളും കൂടെ ഉണ്ട്. എല്ലാം തന്നെ ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത മഡ് ഹൗസും അതിൻ്റെ ഉള്ളും എല്ലാം നന്നായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇവിടുത്തെ ഫുഡ് ആയിക്കോട്ടെ എല്ലാം തന്നെ നല്ല കിഡിലനായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞത്. ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ വന്ന് കിഡിലനാന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ഇത് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്ന മഡ് ഹൗസിന് ചുറ്റുമുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റമഴയും കൂടെ ഉണ്ട്. ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ മഡ് ഹൗസിലാണ്. ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളും ഒക്കെ അവരിട്ടിട്ടുണ്ട് പുറത്ത്. പിന്നെ ക്യാമ്പ് ഫയർ നമുക്ക് ഇന്നലെ നൈറ്റ് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം രാത്രിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവർ നമുക്ക് ഫുഡും, സത്യത്തിൽ നമ്മൾ ഫുഡൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി അവരെല്ലാം കിടലിനായിട്ട് കരുതി വെച്ചിരുന്നു. എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്ത് തന്നിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഇതുവരെ നോർമലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഫീലിംഗാണ് ഉണ്ടാവുക. ഈ മഡ് ഹൗസിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് ഇങ്ങോട്ട് നോക്കി തടി കൊണ്ട് തന്നെ ഒരു ബെഞ്ച് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽഫ് അവർ സെറ്റ് ചെയ്തേക്കുന്നു. പക്ഷേ ഇതിൻ്റെ ബാത്റൂമൊക്കെ നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് അത് നല്ല ക്വാളിറ്റിയിലാണ് അവർ തരുന്നത്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഞങ്ങൾ പറയാതെ തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആണെങ്കിലും നല്ല ഫുഡാണ് അവർ തരുന്നത്. നമുക്ക് ഇത്തരം ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി എന്നതിനേക്കാളും ഉപരി കുഴപ്പമൊന്നുമില്ലാത്ത, വയറിന് പ്രശ്നമൊന്നും വരാത്ത രീതിയിലുള്ള നല്ല ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടി. അങ്ങനെ മന്നവനൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ മഡ് ഹൗസിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇന്നത്തെ യാത്ര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഒരുപാട് പേര് മന്നവനൂർ എന്ന ഗ്രാമത്തെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. വൈറ്റ് ബീറ്റ്സ് അഥവാ വെളുത്ത ബീട്രൂട്ട് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഈ തട്ടിൽ അവർ കൃഷി ചെയ്തിരിക്കുന്നതായിട്ട്. തൊട്ടു മേളിൽ തന്നെ വെളുത്തുള്ളിയാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടോ, ഓരോരോ സ്പോട്ട് കേന്ദ്രീകരിച്ച് ഒരു സെറ്റ് ഓഫ് വീടുകൾ കണ്ടോ. അത് ഓരോന്നും ഓരോരോ ഗ്രാമങ്ങളാണ്. പല പല തട്ടുകളായിട്ട് വെളുത്തുള്ളിയും വൈറ്റ് ബീറ്റ്സുമാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ളൊരു സ്റ്റേ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ ക്യാപ്ചർ ചെയ്യുന്നു. ഞങ്ങൾ മഡ് ഹൗസിലും ഞങ്ങളുടെ തന്നെ ഗ്യാങ്ങിൽ വന്ന കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഒരു ലക്ഷറീസ് ഇല്ല, അവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വന്നതാണ്. അപ്പം അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അതും കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ് ഇവിടെ നിർത്തിയത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ മേഡത്തിന് ഗാർഡൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ മനോഹരമായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ, പറയാതിരിക്കാൻ വയ്യ.
ഇപ്പം നമ്മൾ നിൽക്കുന്ന മന്നവനൂർ തന്നെയുള്ള ഒരു കിഡിലൻ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജോൺ കോട്ടേജിലാണ്. ഇതിൻ്റെ പേര് ഇക്കോ എസ്കേപ്പ് ജോൺ കാട്ട് കോട്ടേജ് എന്നാണ്. ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും കിഡിലനായിട്ടൊരു കോട്ടേജ് ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ കൊടൈക്കനാൽ വരുന്നവർക്ക് ലക്ഷറിയസ് ആയിട്ട് താമസിക്കണമെങ്കിൽ ഒരു കിഡിലൻ സ്പോട്ടാണിത്. അതിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചു തരാം, വാ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചൊരു കോട്ടേജാണിത്. ഇത് ഇപ്പോൾ ഡൈനിങ് ഏരിയ ഒക്കെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല തണുപ്പത്തൊക്കെ ചൂട് കായാനുള്ള സെറ്റപ്പും ഒക്കെ തന്നെ ഈ കിച്ചണിലുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഈ കോട്ടേജിലെ ഒരു മുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എന്ത് ഭംഗിയാണെന്ന് നോക്കി. അതിൻ്റെ ഉള്ളിൽ തന്നെ തുടക്കം തന്നെ ഒരു ഹാള് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. വാഷ്റൂമും കാര്യങ്ങളുമൊക്കെ ഈ ഏരിയയിലാണ്. അങ്ങനെ മൊത്തത്തിലൊരു ലക്ഷറിയസ് സെറ്റപ്പിലാണ് ഈ കോട്ടേജിൽ ഓരോ മുറിയും അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങ് നോക്കിയാലും നല്ല കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇവിടെ മുഴുവൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ മന്നവനൂർ ഇക്കോ ക്യാമ്പ് സൈറ്റിലെത്തി. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്. പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു കിടിലൻ ലേക്കുണ്ട്. നമ്മൾ ആ ലേക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കുതിരസവാരിയും ബോട്ടിങ്ങും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അവിടെയൊക്കെ കാണാൻ. സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മന്നവനൂർ എന്ന കൊച്ചു ഗ്രാമത്തെ പ്രസിദ്ധമാക്കിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കൊടൈക്കനാലിലെ മന്നവനൂരുള്ള ഒരു ഗോഡ് ഫാമിലാണ്. അവിടെ തന്നെ ഒരു റാബിറ്റ് ഷെഡും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ റാബിറ്റ് ഷെഡിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ചിരിക്കുന്നുണ്ട്. കിട്ടി ബൈ
ഇത് മന്നവന്നൂർ ലേക്ക് വ്യൂവിലേക്ക് നമ്മൾ പോവാണ്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്ത് ഭംഗി ഇവിടെ എല്ലാം കാണാൻ. ശരിക്കും കൊടൈക്കനാൽ വരുന്നവർ ഈ മന്നവന്നൂർ മസ്റ്റ് വാച്ചായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടുത്തെ ലേക്ക് വ്യൂവും ഷീപ്പ് ഷെഡും റാബിറ്റ് ഷെഡും ഒക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റാബിറ്റിനെ കണ്ടു. ദേ അങ്ങ് നോക്കി, അങ്ങോട്ട് ഒന്ന് സൂം ചെയ്ത് കാണിക്കാവോ? കണ്ടോ, ചെമ്മരിയാടുകളൊക്കെ മേയാൻ പോയേക്കുവാണ്. ഇപ്പം ആടൊക്കെ കണ്ടോ, അവിടെ മേയാൻ വേണ്ടി വിട്ടേക്കുവാണ് ആടിനെയൊക്കെ. ഏകദേശം 4 മണിയോടുകൂടി അവരെ എല്ലാം തിരിച്ച് ഷെഡിൽ കയറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് 4 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങളെ കാണാതെ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഒരു 3 സ്ഥലത്തായിട്ട് ആടുകൾ മേയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇതുങ്ങളെയൊക്കെ നമുക്കൊന്ന് നോക്കാം. 4 മണി വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 4 മണി വരെ ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു കുതിരസവാരിക്ക് പോകാമെന്നൊക്കെ കരുതി ഞാനും എൻ്റെ മൂത്ത കുഞ്ഞും കൂടെ കുതിരസവാരി എടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഇളയതും കൂടെ അടുത്ത് വേറൊരു കുതിരയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ടൈം ഉണ്ടല്ലോ, അപ്പോൾ പയ്യെ കുതിരസവാരിയൊക്കെ നടത്തി വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പം ഈ കൊടൈക്കനാൽ ട്രിപ്പ് വരുന്നവർ മറക്കാതെ നോട്ട് ചെയ്തു, മന്നവന്നൂർ എന്നുള്ള ഗ്രാമം കൂടെ സന്ദർശിക്കാൻ മറക്കരുത്. കാരണം അത്രയ്ക്കും കിടിലൻ സ്പോട്ടാണിത്. ഗോഡ് ഫാം, ഈ ഷീപ്പ് ഫാമൊക്കെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി 4 മണിയാകാൻ നമുക്ക് വീണ്ടും കുറച്ച് ടൈമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കുറച്ച് പയ്യന്മാരവിടെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ ഒപ്പം കൂടി ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കണ്ടോ, ഓരോ സെറ്റായിട്ട് ഈ ചെമ്മരിയാടുകളെല്ലാം തന്നെ കൂട്ടിലേക്ക് കയറാൻ വരുവാണ്. ഓരോ ബാച്ചിൻ്റെ കൂടെയും ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി കാണും. കണ്ടോ, അപ്പുറത്തെ സെറ്റിൽ കണ്ടോ, അവരവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഈ ബാച്ച് പോയതിന് ശേഷം വേണം അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങ് ദൂരെ നിന്ന് ഓരോരോ സെറ്റായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഈ ചേട്ടനാണ് ഇവരെ ഗൈഡ് ചെയ്തുകൊണ്ട് വരുന്നത് ഈ സെറ്റിനെ. മന്നവന്നൂരിലെ ഈ ഷീപ്പ് റാബിറ്റ് ഫാമോടുകൂടി ഇന്നത്തെ കാഴ്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇന്നത്തെ കാഴ്ച ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇവിടെ ഈ മന്നവന്നൂർ ഗ്രാമത്ത് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ സ്ഥലത്തെ പറ്റി പറയുവാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ്. ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കാനും, അതുപോലെ ഈ ലേക്ക്, അവിടെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റാബിറ്റ്, ഷീപ്പ് ഇതിനെയൊക്കെ കാണാനും കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും തന്നെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ കൊടൈക്കനാൽ വരുന്നവർ ഈ മന്നവന്നൂർ മറക്കാതെ നോട്ട് ചെയ്തോ, അടിപൊളി സ്പോട്ടാണിത്. അടുത്ത സെറ്റ് വരുന്നുണ്ട്, അതിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.